ചെന്നൈയിലൊക്കെ പോയിട്ട് വന്നിട്ട് ആകെ ഒരു താളം തെറ്റിപ്പോലത്തെ ലൈഫായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, പോക്കും വരക്കവും ഉറക്കക്കുറവും എല്ലാം കൊണ്ട് ആകെ ബോഡിയൊക്കെ ടയേർഡായിട്ട് 2-3 ദിവസം കൊണ്ട് രാവിലെ എണീക്കുന്നത് തന്നെ 8-8:30 ആകുമ്പോഴാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇന്ന് എനിക്ക് കുറച്ച് എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. കാരണം 2-3 ദിവസം കൊണ്ട് ഞാൻ ഇല്ലാത്തതിൻ്റെ കുറവുകൾ നല്ലപോലുണ്ട്. ഇവിടെ മൊത്തം പൊടിയായി കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് അതിൽ മൊത്തവും തേനീച്ചക്കുട്ടന്മാർ ഇങ്ങനെ ഇരുന്ന് തേൻ കുടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്ന് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരിയും ഉഴുന്നും എല്ലാം കഴുകി വെള്ളത്തിലിട്ടു. അല്ലെങ്കിൽ നാളെയും ഇനി പുറത്തൊന്നും മേടിക്കാൻ മേല. അരിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട്, എങ്കിലും കുറേ ദിവസമായി അപ്പവും ദോശയൊക്കെ ചുട്ടിട്ട്. അപ്പോൾ എന്തായാലും അരി വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇട്ടു. അപ്പോൾ ഇവിടെ എല്ലാം ഇനി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ റെഡിയാവാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡൊന്നും ആക്കിയില്ല കേട്ടോ. ഇന്നെല്ലാം പുറത്തുനിന്നാണ്. ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ആ സെക്ഷൻ മാത്രമേ നടക്കുള്ളൂ. ഞാൻ ഇല്ലാതെ ഇരുന്നിട്ട് വന്ന് ക്ലീൻ ചെയ്യുമ്പോഴേ അത് ഫുള്ള് അത് ക്ലീൻ ചെയ്ത് മാറ്റണ്ടേ. അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് വേണം ഇനി കുറേ കസ്റ്റമേഴ്സിൻ്റെ ഐറ്റംസൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇനി കല്യാണത്തിൻ്റെ ഐറ്റംസൊക്കെ കൊടുക്കാനുണ്ട്. അത് നമ്മൾ കൊടുക്കേണ്ട ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത്. കസ്റ്റമേഴ്സ് വരില്ല, അങ്ങോട്ട് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളും കൊടുക്കുകയാണല്ലോ പതിവ്. അപ്പോൾ എന്തായാലും ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഷോപ്പിലെത്തിയിട്ട് നേരെ നമ്മുടെ ക്ലീനിങ് സെക്ഷനിലോട്ട് കടന്നു. എവിടെയും അവിടെയെല്ലാം ക്ലീനിങ് ആണ് മെയിൻ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ. എന്തായാലും അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. ഇവിടെ എല്ലാം പൊടിയാണ് കേട്ടോ. പുറത്ത് നല്ല പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ ജുവൽ ബോക്സിൻ്റെ സൈഡിലേക്ക് വന്നു നാളത്തേക്കുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ ഐറ്റംസൊക്കെ ഞാൻ ബോക്സിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അത് ജുവൽ ബോക്സിലേക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഞാൻ ഓരോന്നെടുത്ത് ജുവൽ ബോക്സിലേക്ക് ഓരോ ഐറ്റംസ് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ്. കാരണം ഐറ്റംസ് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുത്തില്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് അവരെടുത്ത് വെച്ചേക്കുന്ന ഐറ്റം മാറിപ്പോയാൽ. അപ്പോൾ അതെല്ലാം നോക്കി ബുക്കിനകത്ത് നോക്കി കറക്റ്റ് ചെയ്ത് ജുവൽ ബോക്സ് സെറ്റ് ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ ജുവൽ ബോക്സ് കൊടുത്തു വിട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് നല്ലൊരു പണി കിട്ടി. കസ്റ്റമർ കൊണ്ടുപോയിട്ട് അവിടുത്തെ എന്തോ കുട്ടികൾ എടുത്തിട്ട് നാശമാക്കിയെന്നും പറഞ്ഞിട്ട് ആകെ പൊട്ടിച്ച് നാശമാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ പുതിയ ബോക്സ് ഇങ്ങോട്ട് വാങ്ങിച്ച് പിറ്റേന്നാണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. എത്രത്തോളം നമുക്ക് വിഷമമാവുമെന്നറിയോ. കാരണം നമുക്ക് ഈ ജുവൽസിനേക്കാൾ കൂടുതൽ റേറ്റ് ആവുന്നത് ഈ ജുവൽ ബോക്സിനൊക്കെയാണ്.